ആ വിശ്വാസികളോടാണ്. ഇ കെ ആയാലും എ പി ആയാലും സലഫി ആയാലും സി ആയാലും മറ്റേ എന്ത് പണ്ടാരടങ്ങിയ കുന്തായാലും നിങ്ങളോടാ പറയുന്നത്. ഏത് കമ്മിറ്റിയാണോ പള്ളി ഭരിക്കുന്നത്, പള്ളി ഭരിക്കുമ്പം ബിസിനസ്മാനായ ഖത്തീബിനെ വെച്ചിട്ട് ഇപ്പോൾ കുറിച്ച് പുറത്താക്കാൻ പറഞ്ഞാൽ അത് പുറത്താക്കുക. അതിന് ആടെ തന്നെ പിന്നെ പ്രതിഷ്ഠിക്കലല്ല, വിളിച്ച് പറഞ്ഞതല്ലേ വെള്ളിയാഴ്ച ഈ ചങ്ങാനെ പിടിച്ച് പുറത്താക്കണം, ഇതെല്ലാം ഇന്ത്യൻ സിറ്റീസിനെ കുടുംബത്തിനെ തീർക്കുമെന്ന് പറഞ്ഞ ഖത്തീബാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾക്ക് പുറത്താക്കാൻ കഴിയാത്തത് നിങ്ങൾ ആ ചങ്ങായിനെ പേടിച്ചടക്കല്ലേന്ന്, അല്ലെങ്കിൽ ആ ചങ്ങായിൻ്റെ പൈസ കണ്ടിട്ടല്ലേ പഠിക്കുന്നത്. കാരണം കൂലിയില്ലാണ്ട് മറ്റേ മറ്റേ മുസൽമാന്മാരെ ഖുത്തുബൻ്റെ സ്പീച്ചറിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് അതിൽ കയറി കഴിഞ്ഞാൽ കൂലി വാങ്ങാൻ പാടില്ലാന്ന്. ആകെല്ലാം സൗദിയിലെ കണക്കാന്ന്. സൗദിയിലെ കണക്ക് വെച്ചിട്ട് ഇവിടെ വെച്ച് പറയുമ്പോൾ ആലോചിക്കണ്ടേ, സൗദിയിൽ നിന്ന് വന്ന സാധനമാണ്. പറയാനുള്ളത് അതിനെ പിടിച്ചൊന്ന് പുറത്താക്കിയ എങ്ങായി, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഉള്ളിലിടേണ്ടി വരും. ഇത് ഇന്ത്യൻ സിറ്റീസന് മറ്റേ അണികളെയും പിടിച്ച് ഉള്ളിലിടാൻ താല്പര്യമൊന്നുമില്ല. ഇന്ത്യൻ സിറ്റീസൺ പോരാട്ടം തുടരും. അപ്പോൾ പറയാനുള്ളൊരു വാക്ക്, ടൗൺ പള്ളിയിലും കയറിന് ഇന്നത്തെ യാത്രയിലൊരു പള്ളിയിൽ കയറിയിട്ട് ഈ നിങ്ങൾക്ക് ഈ സുന്നത്ത് എന്ന് പറയുന്നത് എന്താണ്, പൂക്കുറ്റിക്കാർ പറഞ്ഞ കാര്യങ്ങൾ വലത് മുന്തിക്കാൻ പറഞ്ഞ സൂര്യൻ ഇങ്ങനെ കട്ടക്ക് നിൽക്കേന്ന്. വലത് മുന്തിക്കാൻ വലത് മുൻഗണന കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്കാര സമയത്ത് വൈകി വരുന്ന ആൾക്കാർക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു സ്ഥലം കൊടുക്കണം. പിന്നെ നിസ്കാരം കഴിഞ്ഞാലും ഇടത്തെ ഭാഗത്തേ കൂടി ഇറങ്ങാനുള്ള ഒരു സ്ഥലവും കൊടുക്കണം എന്ന് വെച്ച ഒരു മനുഷ്യനാടെ നിൽക്കല്ലാടാ. ആകെ പിരാന്താക്കല്ലേ നാളാ. പുറത്ത് നിസ്കരിക്കുന്നതാണോ പിരാന്ത പിടിക്കുന്നത്. പള്ളിയിൽ ഇത്ര പാട് സ്ഥലം ഉണ്ടായ പിന്നെ എന്തിനാ പുറത്ത് നിസ്കരിക്കുന്നത്? അപ്പോൾ എല്ലാ കോമിനോടാ പറയുന്നത്, ദുബായ് പോയതുണ്ടാവും, ദുബായ് പോകാത്തതുണ്ടാവും, എല്ലാം മതിയാക്കി നാട്ടിൽ വന്നിട്ട് കമ്മിറ്റി കുന്തോ കുറച്ചങ്ങനെ പഠിച്ചോനെ പൈസ ഒന്നും വേണ്ടാടാ. പഠിച്ചോനെ എന്തിനാ പൈസ? അപ്പോൾ പറയാനുള്ളൊരു വാക്ക്, വലത്തിലേക്ക് നീങ്ങിയിട്ട് ഇടത് ഭാഗം കാലിയാക്കുക. ഇനി കുട്ടികളെല്ലാം കയറിയിട്ട് കുട്ടികളെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മിറ്റിൻ്റെ ഒരാൾ പോയിട്ട് മുകളിൽ നിൽക്കുക. കാരണം ചെറിയ കുട്ടികൾക്ക് അദബും അഖ്ലാക്കെല്ലാം വരണത്ര. കുറേ അഖ്ലാക്കും അദബുള്ള കുറേ എണ്ണം എ സിയിലിരിക്കാണ്ട് കുറച്ചൊന്ന് മേലിൽ പോയിട്ട് നിൽക്കുക. എന്നിട്ട് ആരോഗ്യ നമ്പർ 1 സി എമ്മിനോട് പോയിട്ട് പറയുക, പിരിവല്ലോ മാട്ടൂല സെൻട്രൽ ഏതൊരു കുട്ടിക്ക് പ്രശ്നമുണ്ട്, അതും കൂടി കേട്ട് ചങ്ക് പടഞ്ഞിന് ആരോഗ്യ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് സി എം അമേരിക്കയിലേക്കാണ് പോയിന്. നിങ്ങളും ചെയ്യേണ്ടത് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലേക്കെല്ലാം കത്തയച്ചിട്ട് സർക്കാർ പരിയാരം ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കാര്യങ്ങൾ എഴുതി വാങ്ങിയിട്ട് പോരാട്ടം തുടരുക. നിങ്ങളെ കാശ് സർക്കാരിൽ നിന്ന് കിട്ടും. കുറേ ആൾ CH